ശ്രീ വസന്തങ്കമ്പള്ളി, ശ്രീ പ്രിൻഡോ മഹാദേവ്, ഒപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ മോഹൻ വർഗീസ് എന്നിവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, 2 സീറ്റുകളാണ് BJPക്ക് NDA സഖ്യത്തിന് കേരളത്തിൽ ഞങ്ങളുടെ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. 2 സീറ്റുകൾ, ഒന്ന് മധ്യ കേരളത്തിലും മറ്റും തെക്കൻ കേരളത്തിലുമാണ്. ത്രികോണ പോരാട്ടം നടക്കുന്ന 5 മണ്ഡലങ്ങളെങ്കിലും കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ BJP നേരത്തെ പ്രവർത്തനം ആരംഭിച്ചതാണ്, അവരുടെ ലിസ്റ്റിലുള്ള മണ്ഡലങ്ങളാണ്. താങ്കൾ കരുതുന്നുണ്ടോ ഈ സർവേ ഫലം എന്ന് പറയുന്നത് അത് ഇതുവരെയുള്ള പോരാട്ടം വെച്ച് നോക്കുമ്പോൾ, സ്ഥാനാർത്ഥികളുടെ മികവ് വെച്ച് നോക്കുമ്പോൾ സാധ്യമാകുന്ന ഒന്നാണോ എന്ന്? രഞ്ജിത്ത്, അത് ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യത്തില് സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. മറ്റൊന്ന് തിരുവനന്തപുരമാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടെ അവിടെയും മത്സരം കടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. പക്ഷെ എങ്കിലും അതൊരു വിജയത്തിലേക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ ശശി തരൂരിനെ മറികടന്ന് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാനുള്ളൊരു സാധ്യത സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്നില്ല. പക്ഷെ നല്ലൊരു മത്സരം ഉണ്ടാവും. തൃശ്ശൂർ ഒരുപക്ഷെ ഒരു അട്ടിമറി സംഭവിച്ചുകൂടായികയില്ല. പക്ഷെ മുരളീധരന്റെ വരവോട് കൂടി എന്തായിരിക്കും ഈ സർവേയിൽ മുരളീധരന്റെ വരവിന് ശേഷമുള്ളൊരു പിക്ചർ ഒരുപക്ഷെ കൃത്യമായിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് മത്സര ചിത്രം കുറച്ചുകൂടി കഴിയേണ്ടി വരും ഒരു കൃത്യമായ പ്രഡിക്ഷനിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. മാത്രമല്ല, എന്റെ മനസ്സിലുണ്ടായൊരു സംശയം, നമ്മൾ ഈ വോട്ട് ഷെയർ കണക്കാക്കുമ്പോൾ കണ്ടൊരു കാഴ്ച, ഏതാണ്ട് 48% അല്ലെ, 48% വോട്ട് ഷെയർ UDF ഉണ്ട് എന്നാണ് പറയുന്നത്. LDF 32%, ബാക്കി BJPക്കും ആ രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഒരു 18% അടുത്താണ് കാണുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തില് ഈ 48% വോട്ട് ഷെയർ കിട്ടുന്ന ഒരു മുന്നണിക്ക് ഇത്രയും സീറ്റ് നഷ്ടപ്പെടും. നോർമലി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അതിന്റെ അത്രയും പെർസെന്റേജ് കിട്ടാത്തൊരു മുന്നണിയാണ് 100 സീറ്റിന് അടുത്തേക്ക് വിജയിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 48% വോട്ട് UDF കിട്ടുമെങ്കിൽ അത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വലിയ വ്യത്യാസമില്ല. അപ്പൊ ആ സാഹചര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പെർസെന്റേജിനോട് ഏതാണ്ട് അടുത്താണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും സീറ്റുകൾ നഷ്ടപ്പെടുമോ? പ്രത്യേകിച്ച് BJPക്ക് 2 സീറ്റ് കിട്ടും എന്നുള്ള പ്രഡിക്ഷൻ നമുക്ക് ഇതേപോലെയുള്ള ഇതേ വോട്ടിംഗ് പെർസെന്റേജ് ഉള്ള മറ്റൊരു സർവേയില് എല്ലാ സീറ്റും UDF എന്നുള്ള പ്രഡിക്ഷൻ കഴിഞ്ഞ ദിവസം പുറത്ത് വരികയും ചെയ്തു. തമിഴ്നാട്ടിലാവട്ടെ 50%-ലധികം DMK മുന്നണിക്ക് കിട്ടുന്നു. പക്ഷെ അവിടെയും കഴിഞ്ഞ തവണത്തേക്കാൾ അവരുടെ സീറ്റ് നല്ല പുറത്തു പോകുന്നു. 50%-ലധികം വോട്ട് നേടുന്ന ഒരു മുന്നണിക്ക് അത്രയധികം സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഈ സർവേ ആയിട്ട് നമ്മുടെ മനസ്സിലുണരുന്ന ഒരു സംശയം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പ്രത്യേക മണ്ഡലങ്ങളിൽ അല്ല സാർ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചതുപോലെ ഈ 2014-ലെയും 2019-ലെയും സാഹചര്യമല്ല ഈ മത്സര രംഗത്ത് എന്ന് മനസ്സിലാക്കണം. കാരണം അരയും തലയും മുറുക്കി ഇറങ്ങിയ 3 മുന്നണികളാണ്. കഴിഞ്ഞ സമയത്തൊക്കെ BJP ആയിരുന്നു അല്പം പുറകോട്ട് പ്രചരണ രംഗത്ത് എങ്കിൽ ഇത്തവണ 2 കൽപ്പിച്ചാണ് അവർ. കാരണം നരേന്ദ്രമോദി 3ാമത് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് നൽകുക എന്നുള്ളത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ബാധ്യതയാണ്. വോട്ടെണ്ണം കൂട്ടലല്ല, ഇനി സീറ്റാണ് ലക്ഷ്യം വെക്കേണ്ടത് എന്ന് അമിത്ഷാ പലതവണ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ആ ഘടകങ്ങള് ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യത്തിലാണെങ്കിൽ സുരേഷ് ഗോപി എത്രയോ നാള് മുമ്പ് മുതൽ തന്നെ വളരെ തീവ്രമായ പ്രചരണം തുടങ്ങി. അവരാവട്ടെ വോട്ടിന് മുമ്പ്, കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വന്നത് 2 ആഴ്ച വൈകിയാണ്. അപ്പോൾ വോട്ടിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല, BJPക്ക് സാധ്യത ആരും കൽപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വോട്ടിന് മുമ്പുള്ള വോട്ട് ചേർക്കൽ പോലെയുള്ള മുന്നൊരുക്കങ്ങൾ കാര്യമായിട്ട് നടന്നിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം 28% വോട്ട് പിടിച്ചു എന്നുള്ളത് മറക്കാൻ പറ്റില്ല. അത് ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ഒരു വിഭാഗം ആളുകളെങ്കിലും സുരേഷ് ഗോപി വിജയിച്ച് കയറി വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ BJPക്കുള്ള 18% അല്ലെങ്കിൽ 16-18 ഇടയ്ക്കാണ് തൃശ്ശൂരുള്ള യഥാർത്ഥ BJPയുടെ വോട്ട്. അത് 35-ലേക്കെങ്കിലും എത്തിയാൽ മാത്രമേ വിജയ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയില്ല. ആ 35-18-ൽ നിന്ന് 35-ലേക്കോ 36-ലേക്കോ ഉള്ള ആ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ അത്രത്തോളം വോട്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും പുറത്തുനിന്ന്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു വോട്ടർമാരിൽ നിന്ന് തന്നെ കിട്ടണം. മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചൊരു ഇതുണ്ട്. അതായത് സുരേഷ് ഗോപി തൃശ്ശൂർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഏതാണ്ട് 15-16% മുസ്ലിം വോട്ടുകൾ തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട്. 15-16%. ആ 16%-ൽ നിന്ന് അദ്ദേഹത്തിന് വിഹിതം കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പുതിയ സാഹചര്യങ്ങൾ കൂടി വന്നതോടുകൂടി അത് ഇന്ന് തീരെ കിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ബാക്കി അവശേഷിക്കുന്ന 84%-ൽ നിന്ന് വേണം ഈ 35% വോട്ട് പിടിക്കാൻ. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ശ്രീ മോഹൻ വർഗീസ്, നമുക്ക്